ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പിസോഡുകളൊക്കെ വന്നിട്ടുണ്ട്. 5 എപ്പിസോഡ് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡാണ് നമ്മളിത് ഇടുന്നത്. ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡ് ഇടും. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, 5 എപ്പിസോഡ് അടുപ്പിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് വിക്രമും വേദയും തമ്മിലുള്ള ആ ഒരു വേർപാടാണ് കാണിക്കുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ ACP തരുണും ഭാര്യ രാധികയും കൂടിയിട്ട് ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. രാധിക പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ കൂടെ പോലീസുകാരൊക്കെ കാണുമ്പോൾ രാധികയ്ക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. എസ്കോട്ടൊന്നും വേണ്ട, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പിങ്ങിനൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ തരുൺ ചെന്നിട്ട് കൂടെയുള്ള പോലീസുകാരോട് പറയുകയാണ്, നിങ്ങളൊക്കെ പോയിക്കോളാൻ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് മോളിൽ നിന്നുള്ള ഓർഡറാണ്, സാറിന് എസ്കോട്ട് വരണം എന്നുള്ളതെന്ന് പറയുമ്പോൾ അതൊന്നും സാറില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഷോപ്പിങ്ങിന് കയറാണ് കേട്ടോ. ഷോപ്പിങ്ങിന് കയറുന്ന സമയത്ത് തന്നെ ഒരു ഗുണ്ട വന്നു കണ്ടിട്ട് ഇങ്ങനെ ഫോണിൽ വേറെ ആരോട് വിളിച്ച് പറയുന്നുണ്ട് ഹിന്ദിയിൽ, തരുൺ ഇങ്ങനെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്, എസ്കോട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാധിക ചെന്നിട്ട് കൊച്ചിൻ്റെ ഉടുപ്പുകളൊക്കെ വാങ്ങാനായിട്ട് ഏകദേശം 6-7 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് രാധിക. അപ്പോൾ തരുൺ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ എല്ലാ മാസവും വന്നിട്ട് ഇങ്ങനെ ഉടുപ്പും കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു വെക്കുന്നത്, വീട്ടിലൊരുപാട് ആയല്ലോ ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അതെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ജനിച്ചതിന് ശേഷം വലുതാവുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് എടുത്തിട്ട് പറയാലോ, ഇത് നിനക്ക് 2ാം മാസത്തിൽ വാങ്ങിച്ചതാണ്, ഇത് നിനക്ക് 5ാം മാസത്തിൽ വാങ്ങിച്ചതാണ്, അങ്ങനെയൊക്കെ പറയാലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചേക്കണേന്ന് പറയട്ടോ. ഓഹോ, ഇതിൻ്റെ ഒരു കാര്യം, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ജീപ്പ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കേണ്ടതേ, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ, ഇത് വാങ്ങിച്ചാലോ, അയ്യോ ഇത് വേണ്ട കേട്ടാ, അതെ ഇത് തരുണേട്ടന് പെൺകൊച്ചിനല്ലേ ഇഷ്ടം, അതുകൊണ്ട് നമുക്ക് പെൺകുട്ടിക്കുള്ള ഇത് മാത്രം വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണേ. എനിക്ക് ഫുഡ് വല്ലതും വേണോ, മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാം, അതൊന്നും വേണ്ട, സാധാരണ ഗർഭിണികൾക്ക് ഫുഡിനോടാണ് താല്പര്യം, നിനക്ക് ഈ വക കാര്യങ്ങളോടാണല്ലോ, അതൊക്കെ സിനിമയിൽ സീരിയലൊക്കെ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് തരുൺ അവിടെ ഒരാൾ മറിഞ്ഞു നിൽക്കുന്നത് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ തരുൺ മനസ്സിലായി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബില്ല് പേ ചെയ്യാതെ തന്നെ ഇതൊക്കെ അവിടെ വെക്കും, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് രാധികനെ വിളിച്ച് വേറൊരു ഷോപ്പിലേക്ക് പോവുകയാണേ. അങ്ങനെ അവിടെ ചെന്നിട്ട് തൻ്റെ ID കാർഡ് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ദേ ഞാൻ ഇവളിവിടെ നിർത്തുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് ഞാൻ ഈ കടയുടെ ഷട്ടർ ഒന്ന് ഇടാൻ പോവുകയാണ്, ഇവളിവിടെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ആ കടയുടെ ഷട്ടർ ഇട്ടിട്ട് പിന്നെ ആദ്യം കയറിയ ആ ഒരു മാളിലേക്ക് തന്നെ കയറി പോവുകയാണ്. അതിനുശേഷം ഗുണ്ടകളൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും അടിച്ച് ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധികയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എന്താണ് സംഭവം എന്നറിയാതെ രാധിക ആ ഷട്ടർ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് നേരെ ആ മാളിലേക്ക് വരികയാണ്. മാളിൽ വരുമ്പോൾ കാണുന്നത് തരുണും കുറേ ഗുണ്ടകളും കൂടി തമ്മിലുള്ള അടിപിടികളാണ് കേട്ടോ. തരുൺ ഇങ്ങനെ കൈയും കാലൊക്കെ അടിച്ചൊടിക്കുന്നത് അകലെ നിന്നിട്ട് രാധിക കാണുമ്പോൾ രാധികയ്ക്ക് പെട്ടെന്ന് തന്നെ തല കറങ്ങാണ്. അങ്ങനെ നിലത്തടിച്ച് വീഴാണ് കേട്ടോ. അപ്പോഴേക്കും തരുൺ ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും രാധികയ്ക്ക് ബ്ലീഡിങ് ആവുന്നുണ്ട്. അത്രയാണ് ആ ഒരു ഭാഗത്തിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ ഡൽഹിയിലേക്ക് വരുന്നൊരു ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വേദ കൂട്ടുകാരി ശ്രേയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ ശ്രേയ വന്ന് വേദനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം വേദ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഞാനിങ്ങനെ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ആദ്യം ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ് കണ്ടത്, അപ്പോൾ അതിൽ കയറി പോന്നു, അപ്പോഴാണ് നിൻ്റെ കാര്യം ആലോചിച്ചതെന്നൊക്കെ പറയുകയാണെ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, വിക്രം വരുമ്പോൾ എനിക്ക് ജീവനോടെ ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പെൺകുട്ടി ആശ്വസിപ്പിക്കണം, നിൻ്റെ അച്ഛൻ ജില്ലാ ജഡ്ജി ആയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ, പക്ഷെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സ്വന്തം ആങ്ങളയല്ലേ, സ്വന്തം കൂടപ്പിറപ്പല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയും എന്നൊക്കെ പറയാൻ കേട്ടോ. എനിക്ക് ഉടനെ തന്നെ ഒരു ജോലി സംഘടിപ്പിക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട്, ശരി നമുക്ക് ജോലിയൊക്കെ നോക്കാം എന്ന് പറയുകയാണേ. അങ്ങനെ വേദയും ശ്രേയയും കൂടിയിട്ട് അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഒക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. വക്കീൽ ഓഫീസിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവിടെ നിന്നൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ ശ്രേയ പറയുന്നുണ്ട്, വക്കീൽ ഓഫീസിലെ ജോലിയൊന്നും നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം കോൾ സെൻറ്ററിൽ ഒരു ജോലി അന്വേഷിച്ചാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതേന്ന് ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ കോൾ സെൻറ്ററിൽ ജോലി അന്വേഷിച്ച് കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ കാണാനായിട്ട് കമലാമ്മയും അതുപോലെ തന്നെ മാഷും കൂടി വരുന്നതും, അടുത്ത പ്രാവശ്യം വരും അമ്മ ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി വേണം വരാൻ, കരഞ്ഞു വരരുതെന്നൊക്കെ ഇങ്ങനെ വിക്രമൊക്കെ പറയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേദനയാണ് കാണിക്കുന്നത്. വേദ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്നതും തിരികെ വരുന്നതും അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ നീങ്ങി പോവുകയാണ്. പിന്നെ ശിക്ഷാവിധിയുടെ ആ ഒരു ദിവസം വരികയാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ കൂടെ തന്നെ ആ ഒരു വിധി കേൾക്കുകയാണ്.
അപ്പോൾ ജീവപര്യന്താണ് വിക്രമിന് വിധിച്ചിട്ടുള്ളത്. ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് വേദ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ നേരെ ജയിലിലേക്ക് വിക്രമിനെ കൊണ്ടുപോകാണ്. അവിടെ വെച്ചിട്ട് വിക്രമിനെ അലറിക്കരയുന്നതായിട്ടുള്ളൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു ദിവസം രാത്രി കമലാമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയാണ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേദന വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. വേദന ഓരോ ദിവസങ്ങൾ പോകുന്നത്. അപ്പോൾ 2-3 പെൺകുട്ടികൾ, മലയാളി പെൺകുട്ടികൾ അവിടെ ഒരു പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ റീൽസ് എടുക്കുകയാണ്. ആ സമയത്ത് വേദയും അവിടെ ശ്രേയ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രേയ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റീൽസിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ വേദനയും കൂടി വേദ അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ റീൽസിൽ വേദയും കൂടി ആഡായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് കമലാമ്മനെ മാഷയും തന്നെയാണ്. കമലാമ്മ ഇങ്ങനെ മഴ പെയ്തൊന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂട് കാപ്പി കൊണ്ടു കൊടുക്കുന്ന സമയത്ത് മാഷോട് കമലാമ്മ പറയാണ് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയാണ്. നിനക്കിതൊന്നും വേണ്ടായിരിക്കും, പക്ഷേ നിനക്ക് എല്ലാ മരുന്നുകളും തരേണ്ട ഒരു കടമ എനിക്കല്ലേ, അപ്പോൾ ഞാനൊരു ചൂട് കാപ്പിയും കൂടി ഉണ്ടാക്കിയെന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മകൻ ജയിലിലേക്ക് പോയിട്ട് ഏകദേശം 1 വർഷം ആവാറായില്ലേ മാഷേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തിനിങ്ങനെ മഴ നോക്കിയിരിക്കുന്നത്, ഞാൻ ജനലൊക്കെ അടയ്ക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ജനലൊന്നും അടയ്ക്കണ്ട, ജനൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആരും വരില്ല എന്നുള്ളൊരു തോന്നൽ. പണ്ട് ഞാൻ മാഷ കാണാതായിരുന്നപ്പോൾ ജനൽ തുറന്നിട്ടപ്പോൾ മാഷ അവിടെ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. അതുപോലെ എൻ്റെ മോനും വേദയും കൂടി വന്നാലോ എന്നുള്ളൊരു ആലോചനയുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞു, നീ ഇങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ, നമ്മൾ അവന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. ശങ്കരനാരായണ സാറ് ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അവന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിലൊരു പ്രതീക്ഷയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കമലാമ്മ പറയാണ്, എന്തോ മരണം അടുത്തവർക്ക് തോന്നുന്ന കുറേ സൂചനകളൊക്കെ എനിക്കും കൂടെ തോന്നുന്നുണ്ട്, അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോ മാഷേ എന്നൊക്കെ ചോദിക്കുന്നത്. കമലേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊന്നും പറയാതെ കമലേ എന്ന് പറയാൻ കേട്ടോ. ആകെ ഉണ്ടായിരുന്നത് ഒരു വീടാണ്, ആ വീടും കൂടെ പോയില്ലേന്ന് ചോദിക്കുകയാണ് മാഷോട് കമലാമ്മ. അപ്പം മാഷ് പറയുന്നുണ്ട്, അതിൽ എനിക്ക് ഒരു കുറ്റബോധവും വിഷമവും ഒന്നുമില്ല, നമുക്ക് വലുത് നമ്മുടെ മോനെ പുറത്തിറക്കാന്നുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിശ്വത്തിനോടും വിനായകനോടും മാറി താമസിച്ചോളാൻ പറഞ്ഞത്. വയസ്സാം കാലത്ത് നമ്മൾ അവർക്കൊരു ബാധ്യത ആവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരെയും കൂടി മാറി താമസിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ മാഷ് പറയാണ് കേട്ടോ. അതുവരെ അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അവർ തമ്മിലിങ്ങനെ ഷെയർ ചെയ്യാണ്. അപ്പോൾ കമലാമ്മനോട് മാഷ് പറയുന്നുണ്ട്, ഇങ്ങനെ തളർന്നിരിക്കല്ല, വേദയും വിക്രമും തിരിച്ചു വരും, അവർ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തോട് ഹാപ്പി ആയിട്ട് ഇരിക്കണം, അതാണ് നീ മനസ്സിൽ ചിന്ത വേണ്ടതെന്ന് പറയും. മാഷ് എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ കുറച്ച് ട്യൂഷൻ പിള്ളേരെ ടെസ്റ്റ് പേപ്പറൊക്കെ നോക്കാനുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറയും. അന്നേരം കമലാമ്മ പറയാണ്, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊള്ളി വെക്കാനായിട്ട് വിക്രമ് വേണം അത് ചെയ്യാനായിട്ട്, അവനത് ചെയ്യുന്നത് വരെ എത്ര നാൾ വേണമെങ്കിലും ഞാൻ ഫ്രീസറിൽ കിടന്നോളാം, മാത്രമല്ല ചിതാഭസ്മം എടുത്തു വെക്കണം, ചിതാഭസ്മം എടുത്തു വെച്ചിട്ട് വേദയും വിക്രമും കൂടി വേണം അത് ഒഴുക്കാനായിട്ടെന്നൊക്കെ പറയുകയാണേ. ഇതൊക്കെ കേട്ടിട്ട് മാഷക്ക് വല്ലാത്തൊരു സങ്കടവും വരാണ് കേട്ടോ. അപ്പം മാഷിങ്ങനെ കമലാമ്മനോട് ചോദിക്കുകയാണ്, കമലേ നീ എന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാഷ് അവിടെ തന്നെ ഇരുന്നിട്ട് കമലാമ്മനോട് പറയും, മതി, ഇത്രയും മതി, ഇനി പറയുന്നത് കേൾക്കാനായിട്ട് കേട്ട് നിൽക്കാനായിട്ട് എനിക്ക് കഴിയുന്നില്ല കമലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്, ദർശനാണ് വിളിക്കുന്നത്. അപ്പോൾ ദർശനോട് ശ്രീകാന്ത് ചോദിക്കുക, എന്താ ദർശൻ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ വീഡിയോ ആണ്, ഞാനത് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, ശ്രീകാന്ത് അന്വേഷിക്കുന്ന ആൾ തന്നെയാണെന്ന് പറയും കേട്ടോ. അന്വേഷിക്കുന്ന ആളോ? ആ അതെ, എന്തായാലും ഫോൺ ഓപ്പൺ ചെയ്ത് നോക്ക് എന്ന് പറയും കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് തൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ആ വീഡിയോ കാണാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ഒരു കുട്ടി എടുത്ത വീഡിയോ ആണ്, അത് വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ജസ്റ്റ് വേദ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ കേട്ടോ. ഇത് കണ്ടിട്ട് ശ്രീകാന്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ, വേദയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും ശ്രേയയും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഫസ്റ്റത്തെ എപ്പിസോഡിലുള്ളത്. 5 എപ്പിസോഡാണ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് ചാനലിൽ കയറി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.